24 റൗണ്ട് ഓഫ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ആശങ്കകൾക്ക് മറുപടി നൽകുകയായിരുന്നു പാർട്ടി സെക്രട്ടറി. എലപ്പുള്ളിയിലെ പ്രാദേശിക നേതൃത്വം ബ്രൂവറിയിൽ ആശങ്ക അറിയിച്ചിരുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. നിഖിൽ, പ്രാദേശിക നേതൃത്വം ജില്ലാ സമ്മേളനത്തിൽ തന്നെ ആശങ്ക അറിയിക്കുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകും എന്ന ആശങ്ക മുന്നോട്ട് വെക്കുന്നതുമൊക്കെ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി തന്നെ നിലപാട് വ്യക്തമാക്കുന്നു. ഈ പ്രതിഷേധങ്ങളെ ഒന്നും കാര്യമായി മുഖവിലേക്ക് എടുക്കുന്നില്ല, പദ്ധതിയുമായി മുന്നോട്ട് തന്നെ എന്ന് CPIM വ്യക്തമാക്കുന്നു. എന്താണ് MV ഗോവിന്ദൻ പറഞ്ഞത്? നിഖിൽ, റിജിത്ത്, ഇന്ന് ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ, പ്രത്യേകിച്ച് എലപ്പുള്ളി മേഖലയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക, അതായത് ജനങ്ങൾക്ക് ഇത്തരത്തിൽ ആശങ്കയുണ്ട്, ഇത്തരത്തിലൊരു ബൃഹത് പദ്ധതി വരുമ്പോൾ കുടിവെള്ളം അടക്കം മുട്ടുമോ എന്നുള്ള വലിയ ആശങ്കയുണ്ട് എന്നുള്ള പരാതി ജില്ലാ സമ്മേളനത്തെ അറിയിച്ചിരുന്നു. ഇതിന് മറുപടി ആയിക്കൊണ്ടാണ് MV ഗോവിന്ദൻ മറുപടി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയേ പറ്റൂ. വലിയ വ്യവസായങ്ങൾ വരുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയില്ല, അതിനെ കണ്ണുമടച്ച് എതിർക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഉണ്ടെങ്കിൽ നാടിന് വികസനം ഉണ്ടാകൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊരു കുടിവെള്ള പ്രശ്നമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നത് ഗൂഢലക്ഷ്യങ്ങളോട് കൂടിയാണ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്കിതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അംഗങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കും, ജനങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കും എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായിട്ട് മുന്നോട്ട് തന്നെ, അതായത് ഒയാസിസ് കമ്പനി ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും, അതിനുള്ള സഹായങ്ങൾ സർക്കാർ ചെയ്തു നൽകുമെന്ന് തന്നെയാണ് MV ഗോവിന്ദൻ വിശദീകരിക്കുന്നത്. കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം കൂടിയാണ് ഇതിലൂടെ നമ്മൾ കാണേണ്ടത്. എന്തായാലും ഈ ജില്ലാ സമ്മേളനത്തിൽ ഇതൊരു ആശങ്കയായി ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് അംഗങ്ങളെ പ്രതിനിധികൾക്ക് മറുപടി ആയിക്കൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു മറുപടി നൽകിയത്. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട്ട് എന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. പാലക്കാട് എലപ്പുള്ളിയിൽ വൻകിട മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിൽ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് താൽപര്യമുള്ള കമ്പനിക്കാണ് അനുമതി നൽകിയതെന്നും തെലങ്കാനയിലെ മുൻ സർക്കാരും കേരളത്തിലെ സർക്കാരും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് പിന്നിൽ എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മന്ത്രിസഭ അനുമതി നൽകിയ പദ്ധതി വിവാദമായതോടെ CPIക്കും ആശങ്കയുണ്ട്. നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് മദ്യശാലയ്ക്ക് അനുമതി നൽകിയതിൽ രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത്. ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെയാണ് ഒയാസിസ് കമ്പനിക്ക് മദ്യനിർമ്മാണശാല തുടങ്ങാൻ അനുമതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള കമ്പനിയാണിതെന്നും ചെന്നിത്തല ആരോപിച്ചു. നിങ്ങൾ ഇവരെ എങ്ങനെ തിരഞ്ഞെടുത്തു സാർ? ഇറ്റ് ഈസ് ഫേവറേറ്റിസം, ഇറ്റ് ഈസ് നെപ്പോട്ടിസം, ഇറ്റ് ഈസ് എമൗണ്ട് കറപ്ഷൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാർ ഉത്പാദിപ്പിക്കുന്ന ജവാൻ മദ്യത്തിന് വെള്ളം കൊടുക്കുന്നില്ല. മഴനിഴൽ പ്രദേശത്ത് പദ്ധതി തുടങ്ങാൻ എന്ത് ശാസ്ത്രീയ പഠനം നടത്തിയാണ് അനുമതി നൽകിയതെന്നും ചെന്നിത്തല ചോദിച്ചു. മന്ത്രി K കൃഷ്ണൻകുട്ടി എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്നും ചെന്നിത്തല ചോദിച്ചു. മിസ്റ്റർ വൈദ്യുതി മന്ത്രി, അങ്ങ് ഒരു അക്ഷരം ക്യാബിനറ്റിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അങ്ങ് ഇവിടെ പറയണം. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് അങ്ങ് ഒരു വാചകം പറഞ്ഞോ? സഭയിലെ ആരോപണത്തിൽ ആരാണ് അഴിമതി നടത്തിയതെന്നതിലടക്കം വ്യക്തത വരുത്താതിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധമാണ് അനുമതിക്ക് വഴിവെച്ചതെന്ന് ആരോപിച്ചു. വളരെ ഗൗരവമായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. തെലങ്കാനയിലെ കഴിഞ്ഞ ഗവൺമെന്റ്, ചന്ദ്രശേഖർ റാവുവിന്റെ ഗവൺമെന്റ് ഇതിന്റെ പിന്നിലുണ്ട്. മുഖ്യമന്ത്രിയും ചന്ദ്രശേഖർ റാവുവും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോഴേ അത്ര മാത്രമേ പറഞ്ഞു നിർത്തുന്നുള്ളൂ. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനം വിവാദമായതോടെ CPIയിലും ആശങ്ക പരക്കുകയാണ്. പദ്ധതിയുടെ ജലദൂഷണത്തിലാണ് CPIക്ക് ആശങ്കയുള്ളത്. എല്ലാ വിവരങ്ങളും പുറത്തുവരട്ടെ, അതിനുശേഷം നിലപാട് വ്യക്തമാക്കാമെന്നാണ് CPI നേതൃത്വത്തിലെ ധാരണ. 24 തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് BJPക്കുള്ളിൽ ഭിന്നത. ജലചൂഷണമില്ലെങ്കിൽ കമ്പനി പ്രവർത്തിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ ചോദിച്ചു. അതേസമയം N ശിവരാജനെ തള്ളി സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ രംഗത്തെത്തി. പാർട്ടി നിലപാട് പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷനും നേതാക്കളുമാണെന്ന് C കൃഷ്ണകുമാർ തുറന്നടിച്ചു. എല്ലാ വ്യവസായികളും വരും, മുട്ടുസൂചികൾ, അറവുശാല വരും. ഇതിനൊക്കെ എതിർക്കാൻ എതിർക്കാം. വെള്ളം ചൂഷണം ചെയ്യുന്നതിന് പക്കെതിരാണ്. മലമ്പുഴയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഈ വ്യവസായത്തിന് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു 1500-2000 പേർക്ക് ജോലി കിട്ടുന്ന ഒരു കമ്പനി വരുമ്പോൾ മലമ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നതിൽ ന്യായമാണ്. പാലക്കാട് നഗരത്തിന് വെള്ളം കൂടി വരാൻ പറ്റും. BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള അധികാരം BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. മഹിളാ മോർച്ചയുടെ ബഹുമാന്യായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷയാണ് ഇന്നത്തെ സമരത്തിൽ മഹിളാ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത്. പാർട്ടിയുടെ ഔദ്യോഗിക നയം പറയാനുള്ള അധികാരം സംസ്ഥാന അധ്യക്ഷനാണ്. PPE കിറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിനെതിരെ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്
CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നും റിപ്പോർട്ട് എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണെന്നും തോമസ് ഐസക് ചോദിച്ചു. കോവിഡ് കാലത്ത് നടന്ന തീവെട്ടിക്കൊള്ളയാണ് PPE കിറ്റ് പർച്ചേസ് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. PPE കിറ്റ് വാങ്ങാൻ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയുടെ കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടു. കോവിഡ് കാലത്തെ സാമ്പത്തിക ഇടപാടുകളിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണോ എന്ന് BJP നേതാവ് V മുരളീധരൻ ചോദിച്ചു. കോവിഡ് കാലത്ത് ഉയർന്ന വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന് 10 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് CAGയുടെ കണ്ടെത്തൽ. CAG റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ PPE കിറ്റ് അഴിമതി ആരോപണവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവ ചർച്ചാ വിഷയമാകുകയാണ്. PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേട് നടന്നെന്ന CAG റിപ്പോർട്ടിനെ തള്ളുന്നു മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നും കേരളത്തിനെതിരായ കുരിശ് യുദ്ധത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ടെന്നും TM തോമസ് ഐസക്. CAG രാഷ്ട്രീയം ഏത് രാഷ്ട്രീയമാണ്, ഏത് സ്ഥാപനമാണ് BJPക്കാർ ഈ രീതിയിൽ നശിപ്പിക്കാതുള്ളത്? അതുകൊണ്ട് CAG കേരളത്തിനെതിരായിട്ടുള്ള കുരിശുദ്ധത്തിന്റെ ഭാഗമാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ ഉന്നയിച്ച ആരോപണമാണിതെന്നും കോവിഡ് കാലത്തു നടന്ന തീവെട്ടിക്കൊള്ളയാണ് PPE കിറ്റ് പർച്ചേസ് എന്നും രമേശ് ചെന്നിത്തല. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അന്ന് ഇത് ഉന്നയിച്ചതാണ്. 450 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കിറ്റ് 10,000 എണ്ണം വാങ്ങിയ ശേഷം നിങ്ങൾ നിർത്തലാക്കി 1,500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. ഇത് കൊള്ളയല്ലെങ്കിൽ മറ്റെന്താണ് സാർ? PPE കിറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിനു പിന്നാലെ PPE കിറ്റ് വാങ്ങാൻ കുറഞ്ഞ തുക കോട്ട് ചെയ്ത കമ്പനിയുടെ കത്ത് പ്രതിപക്ഷം പുറത്തുവിട്ടു. 550 രൂപയ്ക്ക് PPE കിറ്റ് നൽകാമെന്നറിയിച്ച് അനിത ടെക്സ്കോട്ട് എന്ന കമ്പനി സർക്കാരിന് നൽകിയ കത്താണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തുവിട്ടത്. 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1,550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. കോവിഡ് കാലത്തു നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ CBI അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണോ എന്ന് BJP നേതാവ് V മുരളീധരൻ. PPE കിറ്റ് വാങ്ങിയതിൽ 10 കോടി രൂപ ഒരു കമ്പനിക്ക് വെറുതെ നൽകിയതാണോ എന്നും V മുരളീധരൻ ചോദിച്ചു. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകൾ അന്വേഷിക്കാൻ CBIയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്താൻ മുഖ്യമന്ത്രി സന്നദ്ധനാണോ? CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ പായിച്ചിറ നവാസ് വിജിലൻസിനു പരാതി നൽകി. 10 കോടി 23 ലക്ഷം രൂപയുടെ അധിക ബാധ്യത പൊതുഖജനാവിന് ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർക്കാണ് പരാതി നൽകിയത്. CAG റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് CPIM പ്രതിരോധിക്കുന്നു. നിയമസഭാ സമ്മേളന കാലമായതിനാൽ സർക്കാരിനെതിരെ വീണു കിട്ടിയ ആയുധമായി PPE കിറ്റ് ക്രമക്കേടിനെ മാറ്റുകയാണ് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ പ്രതിപക്ഷ അനുകൂല സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി. CPI അനുകൂല സർവീസ് സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമായതോടെ പലയിടത്തും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം താളം തെറ്റി. ജില്ലാ കേന്ദ്രങ്ങളിൽ സമരാനുകൂല സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് LP സ്കൂളിൽ മുഴുവൻ അധ്യാപകരും സമരത്തിൽ പോയതോടെ സ്കൂളിന് അവധി നൽകി. ചട്ടവിരുദ്ധമായി അവധി നൽകിയ നടപടിയിൽ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജിനിൽ ജോസിനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. സെക്രട്ടേറിയറ്റിൽ 74% ജീവനക്കാർ ജോലിക്കെത്തി. കൊല്ലം കളക്ടറേറ്റിന് മുന്നിൽ സമരക്കാർ കെട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച് പ്രതിപക്ഷം. അടുത്ത ശമ്പള കമ്മീഷൻ വരേണ്ട സമയമായെന്നും ധനമന്ത്രി മിണ്ടുന്നില്ല എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും സർക്കാർ ജീവനക്കാരുടെയും കർഷകരുടെയും ഗ്യാരണ്ടി LDF സർക്കാരാണ് എന്നുമായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ മറുപടി. CPI അനുകൂല സർവീസ് സംഘടന ജോയിന്റ് കൌൺസിൽ കൂടി പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനിടെയാണ് വിഷയം പ്രതിപക്ഷം സഭയിലെത്തിച്ചത്. അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിച്ച PC വിഷ്ണുനാഥ് വാഴ്ത്തുപാട്ടിൽ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രംഗത്തെത്തി. ഇല്ലാതായ ദുഃഖമെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് സാർ അവര് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടി ആ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ. മുൻ UDF സർക്കാരുകളുടെ കാലത്തെ പ്രതിഷേധങ്ങൾ സൂചിപ്പിച്ചായിരുന്നു ധനമന്ത്രി KN ബാലഗോപാലിന്റെ പ്രതികരണം. ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും LDFന് ഒറ്റ നിലപാടാണെന്നും KN ബാലഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും, അതിലധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി.
അടുത്ത ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് വരേണ്ട സമയമായെന്നും ഇതേക്കുറിച്ച് ധനമന്ത്രി മിണ്ടുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പി.സി. വിശ്വനാഥ് സൂചിപ്പിച്ച വാഴ്ത്തുപാട്ടിൽ മുഖ്യമന്ത്രിയോട് സതീശൻ പറഞ്ഞത് ഇങ്ങനെ: മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ വിദൂഷകരുടെ കാലം ഉണ്ടായിരുന്നു. അങ്ങ് ഇതിലൊന്നും വീഴരുത്. അങ്ങേ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരെല്ലാം വാഴ്ത്തുപാട്ടുമായിട്ട് വരിക. അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് അനുമതി നൽകാത്തതിനാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. CPIയെ പ്രതിപക്ഷ നേതാവ് വാക്കൌട്ടിന് ക്ഷണിച്ചത് കൗതുകമായി. ഞാനും എന്റെ പാർട്ടിയും വാക്കൌട്ട് ചെയ്യുന്നു. ഞാൻ ജോയിന്റ് കൗൺസിൽ കൂടി ഇന്ന് സമരം ചെയ്യുന്നതുകൊണ്ട് വാക്കൌട്ടിൽ പങ്കെടുക്കാൻ CPI അംഗങ്ങളെ കൂടി ഞാൻ ക്ഷണിക്കുന്നു. 24 തിരുവനന്തപുരം. കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകലിൽ CPIഎമ്മിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി കൗൺസിലർ കലാരാജു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് വെളിപ്പെടുത്തൽ. ഇനി പാർട്ടിക്കൊപ്പമില്ല എന്നും കലാരാജു പറഞ്ഞു. കോലഞ്ചേരി മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകി പുറത്തിറങ്ങിയപ്പോഴാണ് കലാരാജുവിന്റെ പുതിയ ആരോപണം. SFI നേതാവ് വിജയ് രഘു കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് കലാരാജു. ഏരിയ സെക്രട്ടറി PB രതീഷിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഭീഷണിയെന്നും ആരോപണം. അവരെന്നെ ഭീഷണിപ്പെടുത്തി, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ എടുത്ത വീഡിയോയാണത്. മക്കള് പുറത്തുണ്ട്, അവരെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, അവരെ കൊന്നുകളയുമെന്ന് പറഞ്ഞ് എടുത്ത വീഡിയോയാണത്. എനിക്കറിയാമായിരുന്നു അവരത് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ഇതുവരെ സംരക്ഷണം നൽകാത്ത പാർട്ടിക്കൊപ്പം ഇനി തുടരാനാകില്ലെന്നും വ്യക്തമാക്കി. തന്റെ പരാതിയിൽ ഡമ്മി പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തതെന്നും ആരോപണം. ഞാൻ പറഞ്ഞ ആളുകളെ അല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പകരത്തിന് ആളുകളെ വെച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതെനിക്ക് അതൃപ്തിയുണ്ട്. പുതിയ ആരോപണങ്ങൾ സമ്മേളനകാലത്ത് പാർട്ടിക്ക് തലവേദനയാകും. അതേസമയം കൂത്താട്ടുകുളത്ത് പോലീസുകാരെ ആക്രമിച്ച കേസിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെയും പോലീസ് പ്രതി ചേർത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. 24 കൊച്ചി. വിവാദങ്ങൾക്കിടെ ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന്റെ കുടുംബത്തെ സന്ദർശിച്ച് KPCC അധ്യക്ഷൻ K. സുധാകരൻ. കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് കോൺഗ്രസിന്റെ ബാധ്യതയാണെന്ന് K. സുധാകരൻ പറഞ്ഞു. ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കൾ കുടുംബത്തിനെതിരെ പ്രചാരണം നടത്തുന്നുവെന്ന് NM വിജയന്റെ കുടുംബം കുറ്റപ്പെടുത്തി. NM വിജയന്റെയും മകന്റെയും മരണശേഷം നേതാക്കൾ കുടുംബത്തെ ആശ്വസിപ്പിച്ചില്ല എന്നായിരുന്നു ആക്ഷേപം. പ്രതിപക്ഷ നേതാവിന് പിന്നാലെ KPCC അധ്യക്ഷൻ K. സുധാകരനും വയനാട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു. സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അത് ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും. എന്തായാലും യുക്തമായ തീരുമാനം കൈക്കൊള്ളും. ആ കുടുംബം അനാഥമാണ്. അനാഥമായൊരു കുടുംബത്തെ സംരക്ഷിക്കുക ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കും. അത് ഞങ്ങൾ തീരുമാനിച്ചു പോകും. പാർട്ടിയുടെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. തീരുമാനമായാൽ നിങ്ങളെ വിളിച്ചറിയിക്കാം. ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കൾ അപകീർത്തി പ്രചാരണം നടത്തുന്നെന്ന് കുടുംബം KPCC അധ്യക്ഷനോട് പരാതിപ്പെട്ടു. ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് K. സുധാകരൻ ഉറപ്പു നൽകിയെന്ന കുടുംബത്തിന്റെ പ്രതികരണം. ഇപ്പോഴും കുറച്ച് കോൺഗ്രസ്സുകാർ നമ്മളെ ഭയങ്കരമായിട്ട് ഓൺലൈനിലൊക്കെ ഞങ്ങൾ വീണ്ടും കുടുംബ പ്രശ്നമാണെന്ന് അപകീർത്തി തെറ്റുന്ന വിധത്തിൽ ഭയങ്കരമായിട്ട് ഓരോ പോസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരെ പേര് ഞങ്ങളൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ച DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, കോൺഗ്രസ് മുൻ നേതാവ് KK ഗോപിനാഥൻ എന്നിവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. അതേസമയം വയനാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട സഹകരണ വകുപ്പ് അന്വേഷണം നടത്തും. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക്, ബത്തേരി കാർഷിക ഗ്രാമവികസന ബാങ്ക്, ബത്തേരി സർവീസ് സഹകരണ ബാങ്ക്, പൂതാടി സർവീസ് സഹകരണ ബാങ്ക്, മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലെ നിയമനങ്ങളെക്കുറിച്ചാണ് അന്വേഷണം. 24 വയനാട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പദ്ധതി അനുകൂലിച്ചും എതിർത്തും നേതാക്കൾ. രാഷ്ട്രീയകാര്യ സമിതിയിലെ വിവരങ്ങൾ പുറത്തുപോയതിൽ പ്രതിപക്ഷ നേതാവിന് കടുത്ത അതൃപ്തിയുണ്ട്. പുറത്തുവരുന്നതെല്ലാം മാധ്യമ സൃഷ്ടിയെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച പ്ലാൻ 63-നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ. 63 സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടണമെന്നതാണ് വി ഡി സതീശന്റെ പ്ലാൻ. ഇതിനായി വി ഡി സതീശൻ രഹസ്യ സർവേയും നടത്തി. ആശയം രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞതിൽ പിഴവില്ലെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. എന്നാൽ പാർട്ടി അറിയാതെ നടത്തിയ സർവേ അച്ചടക്ക ലംഘനമെന്ന് എതിർഭാഗം വാദിക്കുന്നു. 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സർവേ നടത്തിയതായി അറിയില്ലെന്ന് രമേശ് ചെന്നിത്തല. അങ്ങനൊരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയില്ല. ഞാൻ അന്ന് ഓൺലൈനിലാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഓൺലൈനിൽ അവസാനം വരെ എനിക്കിരിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഓൺലൈനിൽ എൻ്റെ സാങ്കേതികമായ തകരാറുള്ളതുകൊണ്ട് അവസാനം വരെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പാർട്ടി ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയാം. വാർത്തകൾ നിഷേധിച്ച ദീപാദാസ് മുൻഷി
തിരഞ്ഞെടുപ്പ് സർവേ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് പറഞ്ഞു. The survey is going on. It has not started. We have planned, and end of this month or maybe next month starting we will start. നേതൃമാറ്റ ചർച്ചകളിലും നേതാക്കൾ പല തട്ടിലാണ്. നേതൃമാറ്റത്തിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഹൈക്കമാൻഡിനാണെന്ന് കെ മുരളീധരൻ 24-നോട് പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ വിവരങ്ങൾ പുറത്തുപോകുന്നതിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ കടുത്ത അതൃപ്തിയിലാണ്. സംയുക്ത വാർത്താ സമ്മേളനം വൈകുന്നതിനു പിന്നിലും വാർത്ത ചോർന്നതിലെ അതൃപ്തിയെന്നാണ് സൂചന. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഭാര്യ കമലയും ഒന്നിച്ച് രാജ്ഭവനിലെത്തിയാണ് മുഖ്യമന്ത്രി ഗവർണറെ കണ്ടത്. കൂടിക്കാഴ്ച 25 മിനിറ്റ് നീണ്ടു. സൗഹൃദ സന്ദർശനത്തിനായാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തിയത്. രാജ്ഭവനിൽ പ്രഭാത നടത്തത്തിന് ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു. രാജ്ഭവനിൽ നടക്കാൻ പറ്റിയ അന്തരീക്ഷമാണല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴായിരുന്നു ക്ഷണം. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൗത്യം നാളെയും തുടരും. മയക്കുവെടിവെക്കാനുള്ള നീക്കത്തിനിടെ ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞതോടെ ദൗത്യം നാളത്തേക്ക് മാറ്റി. അനുകൂല സാഹചര്യമാണെങ്കിൽ ആനയെ നാളെ മയക്കുവെടിവെക്കും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആനയെ കണ്ടെത്താനുള്ള വനം വകുപ്പിന്റെ ശ്രമങ്ങൾക്കിടെ രാവിലെ 8 മണിയോടെ 24-ന്റെ ക്യാമറ കണ്ണുകൾ അവശനിലയിലായ കാട്ടാനയെ കണ്ടെത്തി. വെറ്റിലപ്പാറ 14-ൽ നിന്ന് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് ആന നടന്നു നീങ്ങുന്നതായിരുന്നു ദൃശ്യങ്ങൾ. പിന്നാലെ വിവരം ദൗത്യസംഘത്തിന്റെ തലവൻ ഡോക്ടർ അരുൺ സഖറിയയ്ക്ക് കൈമാറി. ആന ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് നീങ്ങിയതോടെ ദൗത്യസംഘം നേരിട്ടെത്തി ആനയെ പരിശോധിച്ചു. മയക്കുവെടിവെക്കാനുള്ള സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ ആനയെ തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് മാറ്റാൻ ശ്രമം. പടക്കം പൊട്ടിച്ചു. പക്ഷേ പരിഭ്രാന്തിയിലായ ആന ഓടി ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു. പല സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തിയെങ്കിലും ആനയെ കണ്ടെത്താനായില്ല. ഡ്രോൺ സഹായത്തോടെ നടത്തിയ തിരച്ചിലും പരാജയം. ഇതോടെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. രാവിലെ കുറച്ച് നേരത്തെ എത്തി ആനയൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി ഇത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ പറഞ്ഞിട്ട് ഈ തിക്കും തിരക്കും ഒന്ന് ഒഴിവാക്കാനും ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്ന് തന്നെ ആന ഓടിയത് വേറെ വണ്ടികളൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. ആനയുടെ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടുത്തുന്നതെന്ന് ഡോക്ടർ അരുൺ സക്കറിയ. വൂണ്ട് നമ്മൾ ഒന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ്സ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ശരിക്കും നമുക്കൊരു ട്രീറ്റ്മെന്റ് വേണ്ട ഒരു വൂണ്ടാണ്. ഇറ്റ്സ് നോട്ട് പെനിട്രേറ്റിംഗ് വൂണ്ടല്ല. ഒരു പ്രൊജക്ടൈൽ പോയ ഒരു വൂണ്ടായിട്ട് തോന്നുന്നില്ല. ഹിറ്റ് വൂണ്ടായിട്ട് തന്നെയാണ് തോന്നുന്നു. നാളെ രാവിലെ തന്നെ ദൗത്യം പുനരാരംഭിക്കും. കാലടി പ്ലാന്റേഷൻ റോഡിൽ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തി ആനയെ മയക്കുവെടിവെച്ച് ചികിത്സിക്കാനാണ് തീരുമാനം. രാത്രിയിലും വനംവകുപ്പിന്റെ സംഘം ആനയ്ക്കായി തിരച്ചിൽ തുടരും. 24 തൃശൂർ. പാലക്കാട് തൃത്താലയിൽ അധ്യാപകനോടുള്ള വിദ്യാർത്ഥിയുടെ പെരുമാറ്റത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തായ സംഭവത്തിൽ വിശദീകരണം തേടി ബാലാവകാശ കമ്മീഷൻ. വിദ്യാഭ്യാസ ഉപഡയറക്ടറും ചൈൽഡ് ലൈനും 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ദൃശ്യങ്ങൾ ബന്ധുക്കൾക്ക് മാത്രമേ അയച്ചു നൽകിയിട്ടുള്ളൂ എന്നാണ് അധ്യാപകർ പറയുന്നത്. തൃത്താല പോലീസ് സ്റ്റേഷനിൽ അധ്യാപകരും വിദ്യാർത്ഥിയും രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ സംസാരിച്ചു. പിഴവ് പറ്റിയതാണ്, മാപ്പ് നൽകണമെന്ന് വിദ്യാർത്ഥി അധ്യാപകനോട് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് അധ്യാപകരും തീരുമാനിച്ചു. വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകും. അടുത്ത ദിവസം മുതൽ ക്ലാസ്സിൽ വരാനും സൗകര്യമൊരുക്കും. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ വിശദീകരണം തേടിയിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. അധ്യാപകർ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അതീവ ഗൗരവതരമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു പോയിട്ടില്ല എന്നാണ് അധ്യാപകർ ഉറപ്പിച്ചു പറയുന്നത്. ക്ലാസ് ടീച്ചറെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് സന്ദർശനം നടത്തും. വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 പാലക്കാട്. വയനാട് പനമരത്ത് പഞ്ചായത്ത് അംഗത്തിന് മർദ്ദനമേറ്റു. ബെന്നി ചെറിയാനാണ് പരിക്കേറ്റത്. ആക്രമണത്തിന് പിന്നിൽ CPM DYFI പ്രവർത്തകരാണെന്ന് ബെന്നി ചെറിയാൻ ആരോപിച്ചു. പനമര ഗ്രാമപഞ്ചായത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും അനധികൃത നിയമനത്തിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു വധഭീഷണി ഉണ്ടായിരുന്നു CPM DYFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്. ഞാൻ 2 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട വയനാട് ജില്ലാ സൂപ്രണ്ടിന് പോലീസ് സൂപ്രണ്ടിന് ഇവരുടെ എല്ലാം പേരെഴുതി
കൃത്യമായിട്ട് ഞാൻ പരാതി നൽകിയിരുന്നു. എനിക്ക് വധഭീഷണിയുണ്ട്. പഞ്ചായത്തിൽ പോലും കൊണ്ടിട്ട് ഭീഷണി കൊടുക്കുന്നൊരവസ്ഥയുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, എന്താണ് ഈ പരാതി? ഈ ബെന്നി ചെറിയാൻ ഏത് പാർട്ടിക്കാരനാണ് സുർജിത്ത്? റിജിത്ത്, ഇദ്ദേഹം LDFന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗമായിരുന്നു. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് UDFന് അനുകൂലമായി നിലപാടെടുത്തു. മാത്രമല്ല, പനമരം പഞ്ചായത്തിലെ ഭരണത്തെ മാറ്റുന്ന വിധത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റുന്ന വിധത്തിൽ അത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ അദ്ദേഹത്തിന് ആക്രമണത്തിന് ഇരയായത് രാത്രി 8 മണിയോടെയാണ് ഉണ്ടായത്. ഫോൺ ചെയ്യുന്നതിനിടെ പനമരം ടൗണിൽ വെച്ചാണ് പ്രകോപനമില്ലാതെ ഒരു സംഘം ആയുധവുമായി എത്തി ആക്രമിച്ചു എന്നുള്ള പരാതിയാണ് ബെന്നി ഉന്നയിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ DYFIയുടെയും CPMന്റെയും പ്രവർത്തകരാണ് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. പഞ്ചായത്തിൽ ഭരണമാറ്റം, ആശ ടീച്ചറായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്, ആ ഭരണമാറ്റത്തിലേക്ക് നയിച്ചത് ഇദ്ദേഹം എടുത്ത നിലപാടാണ്. ഇതേ തുടർന്നാണ് ഈ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇടതുപക്ഷ അംഗമായിരുന്ന ബെന്നി ചെറിയാന്റെ വോട്ട് മൂലമാണ് അവിടെ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായത്. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബെന്നി ചെറിയാന്റെ ആരോപണം. ഒരു കൂട്ടം ആളുകൾ വന്ന് ആക്രമിക്കുകയായിരുന്നു. DYFIയുടെയും CPIMന്റെയും പ്രവർത്തകരാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ബെന്നി ചെറിയാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നടക്കാനിരിക്കുകയാണ്. 29-നാണ് ഇതുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ബെന്നി ചെറിയാനെതിരെ ഉണ്ടായിരിക്കുന്നത്. DYFIയുടെയും CPMന്റെയും പ്രവർത്തകരാണെന്നുള്ള ആരോപണമാണ് ബെന്നി ചെറിയാൻ ഉന്നയിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. ആം ആദ്മി പാർട്ടിക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ കുടിക്കാൻ മദ്യമുണ്ട്, എന്നാൽ വെള്ളമില്ല എന്ന് ബൂത്ത് ചുമതലക്കാരെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. പാർട്ടി പ്രവർത്തകരെ BJP ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ മുൻനിര നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. BJPക്കായി നരേന്ദ്രമോദിക്ക് പുറമെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദയും വിവിധ റാലികളിൽ പങ്കെടുക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 14 പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്യും. ബൂത്ത് കാര്യകർത്താക്കളുമായി സംവദിച്ച നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ചു. ഡൽഹിയിൽ കുടിക്കാൻ മദ്യമുണ്ട്, എന്നാൽ വെള്ളമില്ലെന്ന് നരേന്ദ്രമോദി. പൂർവാഞ്ചലിലെ ജനങ്ങളോട് ആം ആദ്മിക്ക് വെറുപ്പാണ്. ഡൽഹി പോലീസിനെതിരെ അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തി. BJPയുടെ ഗുണ്ടായുസത്തിന് പ്രോത്സാഹനവും സഹായവും ഡൽഹി പോലീസ് നൽകുന്നുവെന്ന് കെജ്രിവാൾ. भारतीय जनता पार्टी के गुंडों को गुंडागर्दी करने में संरक्षण देते हैं या फैसिलिटेट करते हैं, पार्टिसिपेट भी करते हैं. पूरे खुलेआम गुंडागर्दी चल रही है. पैसे बांटे जा रहे हैं, सामान बांटे जा रहे हैं, साड़ियां बांटी जा रही हैं और पुलिस वहीं खड़ी होती है. കോൺഗ്രസിനായി മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിന് ഇറങ്ങാത്തതും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ്. 24 ഡൽഹി. മണിപ്പൂരിൽ JDU സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ തമ്മിൽ ഭിന്നത. ബിരേൻ സിംഗ് സർക്കാരിന് പിന്തുണ പിൻവലിച്ച സംസ്ഥാന അധ്യക്ഷനെ പുറത്താക്കി ദേശീയ നേതൃത്വം. സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനം ദേശീയ നേതൃത്വവുമായി കൂടിയാലോചിക്കാതെ എന്നാണ് വിമർശനം. മണിപ്പൂരിൽ BJP സർക്കാരിനുള്ള പിന്തുണ തുടരുമെന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കി. മണിപ്പൂരിൽ BJP സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നുവെന്ന് കാണിച്ച് JDU സംസ്ഥാന അധ്യക്ഷൻ ബിരേൻ സിംഗ് ആണ് ഗവർണർക്ക് കത്തു നൽകിയത്. JDUവിന്റെ ഏക MLA ആയ MD അബ്ദുൾ നസീർ പ്രതിപക്ഷ ബ്ലോക്കിലിരിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ നൽകിയ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രത്തിലും ബീഹാറിലും പ്രധാന സഖ്യകക്ഷിയായ JDU മണിപ്പൂരിൽ BJPക്ക് പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. സംസ്ഥാന അധ്യക്ഷന്റെ തീരുമാനം ദേശീയ നേതൃത്വവുമായി കൂടിയാലോചിക്കാതെയായിരുന്നുവെന്ന് പാർട്ടി ദേശീയ വക്താവ് രാജീവ് രഞ്ജൻ പ്രസാദ് പറഞ്ഞു. സംസ്ഥാന അധ്യക്ഷൻ ബിരേൻ സിംഗിനെ പദവിയിൽ നിന്ന് മാറ്റിയെന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കി. सबसे पहली बात तो यह है कि मणिपुर के इकाई की ओर से केंद्रीय नेतृत्व से कोई संपर्क नहीं किया गया था, विश्वास में लिया नहीं गया था. एक तरफा अध्यक्ष ने अपनी ओर से ये पत्र लिखा है और इसे गंभीर अनुशासनहीनता मानते हुए उनके खिलाफ कार्रवाई की गई है. उनको पार्टी के अध्यक्ष पद से मुक्त कर दिया गया. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 MLA-മാരാണ് JDUവിനുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് 5 MLA-മാർ BJPയിലേക്ക് മാറി. ഇതോടെ JDUവിന് 1 MLA മാത്രമായി. MLA-മാരെ കൂറുമാറ്റിയ BJPക്കെതിരെ JDU സംസ്ഥാന ഘടകത്തിൽ വിയോജിപ്പ് നിലനിൽക്കുന്നതിനിടെയായിരുന്നു പിന്മാറ്റ നീക്കം. വിനീത VG 24 ഡൽഹി.
സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങളിൽ തിളങ്ങി 24-ഉം ഫ്ലവേഴ്സും. മികച്ച അവതാരകനടക്കം 2 അവാർഡുകളാണ് 24-ന് ലഭിച്ചത്. ഫ്ലവേഴ്സിന് 4 അവാർഡുകൾ ലഭിച്ചു. സൂസു, സുരഭിയും സുഹാസിനിയുമാണ് മികച്ച 2ാമത്തെ ടെലി സീരിയൽ. 24 ചീഫ് സബ് എഡിറ്റർ പ്രജിൻ സി കണ്ണനാണ് മികച്ച വാർത്താ അവതാരകൻ. പ്രഭാത വാർത്താ അവതരണത്തിനാണ് പുരസ്കാരം. വാർത്തയുടെ ആഴം ഉൾക്കൊണ്ടുള്ള അവതരണമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. 15,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. ആന വനത്തിലേക്ക് കടന്നു. കണ്ടെത്താൻ 2 സംഘങ്ങളായി തിരച്ചിൽ. 4 മണിവരെ ശ്രമം തുടരും. വാർത്തേതര പരിപാടിയിലെ മികച്ച അവതാരകനുള്ള പുരസ്കാരം 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വി അരവിന്ദ് നേടി. നെഹ്റുവിന്റെ വിശ്വസ്തനായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി കെ കാമരാജ് മദിരാശി വിട്ട 1963-നും രാജീവ് ഗാന്ധി ജീവത്യാഗം ചെയ്ത 1991-നും ഇടയിൽ കോൺഗ്രസിന് എന്ത് സംഭവിച്ചു? ഇന്നതാണ് വാങ്കെ വണക്കം അരസിയൽ ഗലാട്ടം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. അരസിയൽ ഗലാട്ട എന്ന പരിപാടിക്കാണ് പുരസ്കാരം. ഇത് 2ാം തവണയാണ് വി അരവിന്ദിന് ഇതേ പരിപാടിക്ക് പുരസ്കാരം ലഭിക്കുന്നത്. തമിഴക രാഷ്ട്രീയത്തിന്റെയും സിനിമയുടെയും ആഴത്തിലുള്ള പഠനവും അവലോകനവും നടത്തിയ പരിപാടിയുടെ ആകർഷകമായ അവതരണമാണ് പുരസ്കാരത്തിന് അർഹമായത്. വന്ന പാടെ ജാഥയിലേക്ക് അവർ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. വെട്ടുവാൾ ആഞ്ഞാഞ്ഞു വീശി. 7 വിദ്യാർത്ഥികൾക്ക് ആഴത്തിൽ പരിക്കേറ്റു. ഫ്ലവേഴ്സ് TV സംപ്രേഷണം ചെയ്ത റോയ് പി ആന്റണി നിർമ്മിച്ച് രാജേഷ് തലച്ചിറ സംവിധാനം ചെയ്ത സൂസു, സുരഭിയും സുഹാസിനിയുമാണ് മികച്ച 2ാമത്തെ ടെലി സീരിയൽ. കുടുംബ പശ്ചാത്തലത്തിൽ കാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തി നിർദോഷകരമായ ഫലിതങ്ങളിലൂടെ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ പകരുന്ന പരമ്പരയാണെന്ന് പുരസ്കാര സമിതി വിലയിരുത്തി. നിങ്ങൾ കാര്യം നടക്കട്ടെ, ഞാൻ പോയി നിങ്ങൾക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ചെറിയ ഒരു ഷാർജ ഇട്ടാൻ വഴിയുണ്ടോ? സൂസു, സുരഭിയും സുഹാസിനിയും പരമ്പരയിലെ അനുമോളാണ് മികച്ച 2ാമത്തെ നടി. അമ്മേ ഭഗവതിയിലെ അഭിനയത്തിന് സീനു രാഘവേന്ദ്ര മികച്ച 2ാമത്തെ നടനായും നന്ദകുമാർ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾ സമാപിച്ചു. ജന്മനാടായ ആറന്മുളയിൽ നടന്ന സുഗതോത്സവത്തിന്റെ സമാപന സഭ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പൊതുനന്മയ്ക്കായി കവിതകളിലൂടെ സമൂഹത്തെ ഒന്നിപ്പിച്ച കവയിത്രിയാണ് സുഗതകുമാരി എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ചടങ്ങിൽ മുൻ MP പന്നീർ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് മുഖ്യാതിഥിയായി. MV ഗോവിന്ദനെ വിമർശിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്ന ധാരണയിൽ CPIM. സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ച് കാന്തപുരം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിശ്വാസമെന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രതികരണം ഇതിന്റെ സൂചനയാണ്. എന്നാൽ MV ഗോവിന്ദനെതിരായ കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം രംഗത്തെത്തി. സ്ത്രീ സമത്വത്തിനായി വാദിക്കുന്നവർ സ്വന്തം പാർട്ടിയിൽ ഇത് പാലിക്കുന്നില്ല എന്ന വിമർശനത്തിന് അതേ രീതിയിൽ മറുപടി പറയേണ്ടെന്നാണ് CPM നേതൃത്വത്തിലെ ധാരണ. തിരഞ്ഞെടുപ്പ് വർഷത്തിൽ പാർട്ടിയോട് എക്കാലവും അടുപ്പം പുലർത്തിപ്പോരുന്ന വിഭാഗത്തെ അകറ്റാൻ വഴിയൊരുക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് മിതത്വം പാലിക്കുന്നത്. കാന്തപുരത്തിന്റെ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ വിശ്വാസം, നമ്മുടെ അല്ല. സ്ത്രീ പുരുഷ സമത്വത്തിലാണ്. ഏതായാലും കാന്തപുരത്തോട് നമുക്കൊരു ബഹുമാനമുണ്ട്. മുസ്ലിം മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയാത്തവരാണ്. ജമാഅത്ത് ഇസ്ലാമി പോലെയല്ല. വിരുദ്ധപക്ഷത്തുള്ള സുന്നി വിഭാഗവും CPI നേതൃത്വവുമായി ഇടച്ചിലിനെ രാഷ്ട്രീയലാക്കോടെയാണ് മുസ്ലിം ലീഗും സമീപിക്കുന്നത്. അല്ല, ഈ CPM മതപണ്ഡിതന്മാർ മതകാര്യങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളോട് എന്തിനാ CPM ഇടപെടുന്നത്? ഇസ്ലാമിനെ തന്നെ 6ാം നൂറ്റാണ്ടിലെ പ്രാകൃത സംസ്കാരം എന്ന് വിശേഷിപ്പിച്ചവരാണ് അവർ. അതുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ പൊതുജനം പ്രതികരിക്കുമെന്ന് ഉറപ്പാണ്. വ്യായാമ പരിശീലന പരിപാടിയായ മെക്സവനെ വിമർശിക്കുമ്പോൾ പരിപാടിയിലെ സ്ത്രീ സാന്നിധ്യത്തെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിമർശിച്ചിരുന്നു. സ്ത്രീപുരുഷ സമത്വത്തെ ചോദ്യം ചെയ്യുന്ന കാന്തപുരത്തിന്റെ പരാമർശത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. പ്രകോപിതനായ കാന്തപുരം വീണ്ടും മറുപടി പറഞ്ഞതോടെയാണ് ഇരു കക്ഷികളും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞത്. 24 തിരുവനന്തപുരം.